നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് നോബിൾ ഗ്യാസസിനെ പറ്റിയാണ്. 18th ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 6 എലമെൻറ്റ്സ്: ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡൺ. അവരാണ് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ്. ഇതിൽ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം 1:2. ബാക്കിയുള്ളവർക്കൊക്കെ ജനറൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ n:2 np6. അവരുടെയൊക്കെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? 8 ഇലക്ട്രോണാണ്. ഹീലിയം 2 ഇലക്ട്രോണോ ഉള്ളെങ്കിലും അതിനകത്ത് തന്നെ അത് മറ്റേ 8 ഇലക്ട്രോൺസ് ഉള്ളവരുടെ അത്ര തന്നെ സ്റ്റേബിളാണ്. കാരണം ഹീലിയവും ഹൈഡ്രജനും ഫസ്റ്റ് പീരീഡിലുള്ള ആളുകളാണ്. ഫസ്റ്റ് പീരീഡിലുള്ള എലമെൻസിന് ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, ന്യൂക്ലിയസിന് ചുറ്റും. ഫസ്റ്റ് ഷെല്ലിൻ്റെ മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ ഈ ഹീലിയത്തിന് 2 ഇലക്ട്രോൺ അവരുടെ ഷെല്ലിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളാണ്. ഇവരെ പറ്റി പറയാനുള്ളത്, ഇവർ കാര്യമായിട്ടൊന്നും അധികമില്ല അളവ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡ്രൈ എയറിൽ ആകെ 1% ഇവരുള്ളത്, എക്സെപ്റ്റ് റാഡൺ കേട്ടോ. റാഡൺ ഒഴികെ ബാക്കി എല്ലാവരും കൂടി നമ്മുടെ ഡ്രൈ എയറിൻ്റെ 1% പോലെയേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർഗൺ കേട്ടോ. റാഡൺ റേഡിയോ ആക്റ്റീവാണ്, അത് ഡ്രൈ എയറിൽ അതിൻ്റെ പ്രസൻസ് ഇല്ല. ദെൻ ഹീലിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീലിയത്തിൻ്റെ ഒരു കമേഴ്സ്യൽ സോഴ്സ് ചോദിച്ചാൽ നാച്ചുറൽ ഗ്യാസാണ്. പിന്നെ റാഡൺ എങ്ങനെ കിട്ടുന്നത്? റാഡൺ കിട്ടുന്നത് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് റേഡിയം. അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. റേഡിയം 22688, അറ്റോമിക് നമ്പർ 88, മാസ് നമ്പർ 226. അതിന് റേഡിയോ ആക്റ്റീവ് ഡീകേ ഒരു ആൽഫ പാർട്ടിക്കിൾ അതിന് പോകുമ്പോൾ റാഡൺ ആയിട്ട് മാറും. 86222 പ്ലസ് ഹീലിയം പാർട്ടിക്കിൾ. ഈ ഹീലിയം ന്യൂക്ലിയസ് ആണ് എന്തായിട്ട് പറയുന്നത്? നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ റാഡൺ കിട്ടുന്നത് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് റേഡിയം. ഇതിൽ ഒരിക്കലും മറ്റേ അബണ്ടൻസിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 1% ഡ്രൈ എയറിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 1% ഇതിലുള്ളൂ. അതിലെ മേജർ കമ്പോണൻറ്റ് ആരാണ്? ആർഗൺ. ഏറ്റവും എന്താ പറയുക, വളരെ റെയറായിട്ട് കാണപ്പെടുന്ന 2 എലമെൻറ്റ്സാണ് സെനോണും റാഡണും. അതിൽ തന്നെ റാഡണാണ് ഏറ്റവും കുറവുള്ളത്. റാഡൺ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ അതൊരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്, ഒബ്റ്റെയിൻഡ് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് റേഡിയം. സെനോണും റാഡണും ആണ് അവരിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് കേട്ടോ. ദെൻ അവരുടെ എന്താ പറയുക ഇവരെ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. സോ ഇവർ അതിനാൽ തന്നെ സ്റ്റേബിളാണ്. അത്രയും സ്റ്റേബിളായ കാരണം തന്നെ ഇവർ വളരെ കുറച്ച് എലമെൻറ്റ്സ് ആയിട്ട് മാത്രം പേരിന് മാത്രമേ കമ്പൈൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടീച്ചർ പറഞ്ഞു. എക്സെപ്റ്റ് ഹീലിയം ബാക്കിയുള്ളവരൊക്കെ വാലൻസ് ഷെൽ കൺസിസ്റ്റ് ഓഫ് 8 ഇലക്ട്രോൺസ്, n:2 np6 ആണ്. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1:2. ദെൻ പിന്നെ പറയാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പി. ഇത്രയും സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയ കാരണം തന്നെ അവരാർക്കും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ്. പിന്നെ അറ്റോമിക് സൈസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതും കൂടുന്നു. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോണിനെ എടുക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവ്. സാധാരണ ആളുകളൊക്കെ ഇലക്ട്രോൺ എടുക്കുമ്പോൾ താല്പര്യത്തോടുകൂടി ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ നെഗറ്റീവായിട്ട് പറയാം. പക്ഷേ ഈ നോബിൾ ഗ്യാസസിന് അവരുടെ വാലൻസ് ഷെൽ ഓൾറെഡി ഫിൽഡാണ്, കംപ്ലീറ്റ്ലി ഫിൽഡാണ്. സോ അവിടേക്ക് ഇനി ഒരു വേക്കൻസി ഇല്ല ഇലക്ട്രോൺ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇലക്ട്രോൺ എടുക്കാൻ ഒരു താല്പര്യമില്ല. ഇനി നമ്മൾ കമ്പൽ ചെയ്ത് അവരിലൊരു ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഹയർ ഷെല്ലിലേക്ക് പോകണം. ആ ഷെല്ലിൽ അവിടെ 8 ഇലക്ട്രോൺസ് ഉള്ള ഷെല്ലിൽ ഇനി പുതിയ ഇലക്ട്രോൺ കയറില്ല. തൊട്ടടുത്ത് ഇപ്പോൾ സെക്കൻഡ് ഷെല്ലാണ് ലാസ്റ്റ് ഷെല്ലിൽ വെച്ച് തേർഡിലേക്ക് വരണം ഈ വരുന്ന ഇലക്ട്രോൺ. ഇനി വരുന്ന ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ഇലക്ട്രോൺ ഹയർ ഷെല്ലിലേക്ക് പോകണമെങ്കിൽ എന്താവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എല്ലാ എലമെൻറ്റ്സും എനർജി റിലീസ് ചെയ്യുമ്പോൾ ഇവർ എനർജി എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം എപ്പോഴും എന്താണ്? പോസിറ്റീവ് ചോദിക്കാറുള്ളതാണ്. എന്താ ഇതിൻ്റെ കാരണം എന്നുള്ളത്. പിന്നെ നമ്മൾ അവരുടെ ഇലക്ട്രോണിക് ബാക്കി ഇത്തരം കാര്യങ്ങളുള്ളൂ. പിന്നെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുകയാണ് വേറൊരു കാര്യമാണ്, ഇവരെല്ലാവരും തന്നെ മോണോറ്റോമിക് ആയിട്ട് നിൽക്കുന്നത്, ഡയറ്റോമിക് അല്ല. തന്നെയല്ല ഇവരുടെ മോളിക്യൂൾസുകൾക്കിടയ്ക്ക് അല്ലെങ്കിൽ ആറ്റംസിനെ ജോയിൻ ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദ വീക്കസ്റ്റ് ഫോഴ്സ്, ദാറ്റ് മീൻസ് ഡിസ്പേർഷൻ ഫോഴ്സസ്. ലണ്ടൻ ഫോഴ്സ് എന്നൊക്കെ പറയാറില്ല നമ്മൾ. വീക്കസ്റ്റ് ഡിസ്പേർഷൻ ഫോഴ്സസ് ആണ് ഇവരുടെ ആറ്റംസിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ററാറ്റോമിക് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ദെൻ ഇവരുടെ അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളാണ് നമ്മുടെ ഹീലിയം. 4.2 കെൽവിനേ ഉള്ളൂ ബോയിലിംഗ് പോയിന്റ്. ദെൻ അടുത്തത് ഇവരെ എന്താ പറയുക, ഇവരെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഇവരുടെ കോമ്പൗണ്ട്സ് എത്തിയിരുന്നത്? അതിന് മുന്നേ ഒന്നും കൂടി ഇവർ
നോബിൾ ഗ്യാസസ് ആണെന്ന് പറയാനുള്ള 2-3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്, അവർക്ക് 8 ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ ആണ് അവരുടെ. ഈ 8 ഇലക്ട്രോൺ സ്റ്റേബിൾ ആയതുകൊണ്ട് അവരാരായിട്ടും പ്രവർത്തിക്കണില്ല. പിന്നത്തെ കാരണം ഇവരാരായിട്ടും ചേരാത്തതിൻ്റെ കാരണം ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പോൾ ഇലക്ട്രോണെ ഇതിൽ നിന്ന് കളയിൽ എളുപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് റിയാക്ടിവിറ്റി കുറവാണ്. പിന്നെയുണ്ട് ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇലക്ട്രോണെ സ്വീകരിക്കലുമില്ല, ഇലക്ട്രോണെ കളയിലുമില്ല, സ്വീകരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. റിയാക്ടിവിറ്റി കുറയാനുള്ള 3 കാരണമാണ്. ഒന്ന് സ്റ്റേബിൾ ഒക്ടേറ്റ് കോൺഫിഗറേഷൻ, 2 ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, പിന്നെ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി ഇവരുടെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത്. നോബിൾ ഗ്യാസസിന് തീരെ കോമ്പൗണ്ട്സ് ഇല്ല എന്നാണ്. പക്ഷേ പിൽക്കാലത്ത് ഒരു 1962 ആയപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് നോബിൾ ഗ്യാസസിൻ്റെ കോമ്പൗണ്ട് കണ്ടെത്തിയത്. നീൽ ബാർട്ട്ലെറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവരുടെ കോമ്പൗണ്ട്സ് കണ്ടെത്തിയത്. നീൽ ബാർട്ട്ലെറ്റ് അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ സിന്തസൈസ് എടുത്തൊരു കോമ്പൗണ്ടാണ് O2PTF6 PT+F6-. ഇങ്ങനെ ഒരു കോമ്പൗണ്ട്, റെഡ് കളേർഡ് കോമ്പൗണ്ട് അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ O2യുടെ എന്താ പറയുക, O2യുടെ അയണൈസേഷൻ എൻതാൽപ്പി 1175 kJ/mol ആണ്. 1175 kJ/mol. O2 മോളിക്കൂളിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ കൊടുക്കേണ്ട എനർജി ഇത്രയാണ്. സെനോണിൽ നിന്ന് ഇലക്ട്രോണെ കളയാൻ കൊടുക്കേണ്ട എനർജി 1170 ആണ്. അപ്പോൾ O2 നിന്ന് കളയാമെന്നുണ്ടെങ്കിൽ ഏതിൽ നിന്നും കളയാം, സെനോണിൽ നിന്നും കളയാം. അങ്ങനെ അദ്ദേഹം സെനോണിൻ്റെ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തു. O2യുടെ സ്ഥാനത്ത് സെനോൺ HCPTF6. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് PTF6 എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ കൂടെ ആര് ചേർത്തിട്ടാണ്, സെനോണിൽ ചേർത്തിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കോമ്പൗണ്ടാണ് സെനോണിൻ്റെ HCPTF6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ്, പ്രിപ്പയർഡ് ബൈ നീൽ ബാർട്ട്ലെറ്റ് കേട്ടോ. പിന്നീട് അങ്ങോട്ട് സെനോണിൻ്റെ കുറേ കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ചു. ക്രിപ്റ്റൻ്റെ ഒക്കെ പേരിന് ഡൈഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയും. സെനോണിന് 3 ഫ്ലൂറൈഡ്സ് ആണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളത്. HCF2, HCF4, HCF6, ഡൈഫ്ലൂറൈഡ്, ടെട്രാഫ്ലൂറൈഡ് ആൻഡ് ഹെക്സാഫ്ലൂറൈഡ്, പ്രിപ്പയർഡ് ബൈ ദി ഡയറക്റ്റ് കോമ്പിനേഷൻ Hc+F2. 673 Kelvin ടെമ്പറേച്ചറിൽ 1 bar pressure. HCF, Hc+2F2, 873 Kelvin temperature, 7 bar pressure. HCF4, Hc+3F2. ടെമ്പറേച്ചർ താഴ്ത്തണം, പക്ഷേ പ്രഷർ ഒത്തിരി വർദ്ധിപ്പിക്കുന്നു. 573 Kelvin temperature, but 60 to 70 bar pressure. HCF6. അതല്ലാതെ HCF6 പ്രിപ്പയർ ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് കേട്ടോ. HCF4ൻ്റെ കൂടെ നമ്മുടെ ഓക്സിജൻ്റെ ഡൈഫ്ലൂറൈഡ് O2F2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ചേർത്താലും നമുക്ക് എന്ത് കിട്ടും, HCF6 കിട്ടും. കോമ്പൗണ്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യും. ഈ സെനോൺ ഫ്ലൂറൈഡ്സ് ഒക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ദെൻ ഇവരെ പറ്റി പറയുന്ന അടുത്ത കാര്യം ഇവരുടെ ഹൈഡ്രോളിസിസ് ആണ്. വളരെ നിസ്സാര അളവിൽ വാട്ടറിൻ്റെ അംശം വന്നാൽ പോലും ദേ അണ്ടർഗോ ഹൈഡ്രോളിസിസ്. പെട്ടെന്ന് ഹൈഡ്രോളിസിന് വിധേയമാകും സെനോൺ ഫ്ലൂറൈഡ്സ് കേട്ടോ. നിസ്സാര ട്രേസ് ഓഫ് വാട്ടർ വന്നാലും മതി ഹൈഡ്രോളിസിസ് പറയാം. HCF2യുടെ ഹൈഡ്രോളിസിസ് 1:1 റേഷ്യോ ഉണ്ട് കേട്ടോ. വാട്ടർ 2HCF2 2H2 2Hc plus 4HF plus O2. ഈ HCF6 plus 12H2 1:2 റേഷ്യോ 6F HCF4 കഴിഞ്ഞിട്ട് HCF6 കേട്ടോ. 6HCF4 means 12H2. We get 4Hc plus 2HCO3 plus 24HF. അപ്പോൾ ഇവിടെ 24 ഫ്ലൂറിൽ 24 കഴിച്ചിട്ടുണ്ട്, ചേർന്ന് 24HF, 4Hc 2HCO3. അപ്പോൾ HCO3 എന്ന് പറയുമ്പോൾ അവിടെ ആകെ 6 ഓക്സിജൻ കഴിഞ്ഞിട്ടുള്ളൂ, 12 ഓക്സിജൻ ഉണ്ടാവും. ഇനി HCF6ൻ്റെ ഹൈഡ്രോളിസിസ്. HCF6 ഇവിടെ 1:1 റേഷ്യോ, ഇവിടെ 1:2, ഇവിടെ 1:3. HCO3 xenon trioxide ആണ് 6HF. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കേട്ടോ. HCO3 സെനോണിൻ്റെ അടുത്ത കോമ്പൗണ്ട് സെനോൺ ട്രയോക്സൈഡ്. അപ്പോൾ സെനോണിൻ്റെ 4 കോമ്പൗണ്ട്സ് ആയി നമ്മൾ പരിചയപ്പെട്ടു. HCF2, HCF4, HCF6 3 ഫ്ലൂറൈഡ്സ് ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ HCO3 സെനോൺ ട്രയോക്സൈഡ്. ദെൻ ഇതൊരു എക്സ്പ്ലോസീവ് ആട്ടോ. ഈ സെനോൺ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ്, എക്സ്പ്ലോസീവ് സോളിഡ് ആണ്. ഈ HCF6ൻ്റെ
ഒരു പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്താൻ കിട്ടുന്ന കോമ്പൗണ്ട് HCF6 ശരിക്കും കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടക്കണമെങ്കിൽ 3H2O വേണം. നമ്മൾ ഒരു H2O എടുക്കണമെന്ന് കരുതും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് HCOF4 xenon oxyfluoride plus 2H xenon oxyfluoride. ഇനി പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടക്കുന്നത് 2H2O വെച്ചിട്ട് 3H2O എന്നാലേ ശരിക്കുള്ള കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ HCO2F2 xenonന്റെ അടുത്ത ഓക്സിഫ്ലൂറൈഡ് പ്ലസ് 4H. അപ്പോൾ ഹൈഡ്രോളിസിസ് HCF2ൻ്റെ ഹൈഡ്രോളിസിസ്, HCF4ൻ്റെ, HCF6ൻ്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ്. ഇനി ഇവരുടെ സ്ട്രക്ചറുകളെ പറ്റി പറയുന്നത് കേട്ടോ. സ്ട്രക്ചറുകൾ HCF2 ലീനിയർ ആണ് ഷേപ്പ്. പക്ഷേ നമുക്കറിയാം xenon കൺസിസ്റ്റ് ഓഫ് 8 ഇലക്ട്രോൺസ്. ബാലൻസ് ഇലക്ട്രോൺ 8 ആണ്. 2 ഷെയറിങ്ങിന് പോയി, അപ്പോൾ 2 ബോണ്ട് പെയർ അത് നമ്മളിവിടെ കാണിച്ചു. 8ൽ 2 പോയ ബാക്കി എത്ര ഉണ്ട്? 6 3 ലോണ്ട് പെയർ ആയിട്ട് നിൽക്കും. 3 ലോണ്ട് പെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് പോലെയാണ് നിൽക്കുന്നത്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 കോർണറിലോട്ട് 3 ലോണ്ട് പെയർ, ബാക്കി 2 എന്താ പറയുക പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. നമ്മൾ PCL5ൻ്റെ ഷേപ്പ് പറയുന്ന പോലെ. പക്ഷേ ഇവിടെ 3 ലോണ്ട് പെയർ ആയി, കാരണം ഷേപ്പ് പറയുമ്പോൾ ഇത് മാത്രമേ നോക്കൂ. സോ ലീനിയർ ഷേപ്പ്. Then HCF4 സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. പക്ഷെ നമുക്കറിയാം xenon കൺസിസ്റ്റ് ഓഫ് 8 ബാലൻസ് ഇലക്ട്രോൺ. 4 മാത്രമേ ഷെയറിങ്ങിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4 ബോണ്ട് പെയർ, ബാക്കി 4 2 ലോണ്ട് പെയർ ആയിട്ട് നിൽക്കുന്നത്. അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒക്ടാഹെഡ്രൽ ഫോം. അപ്പോൾ HCF4 ആയി. HCF12. ഈ HCF6 എന്ന് പറയുമ്പോൾ xenonന് ചുറ്റും 6 ആളുകൾ. xenonന് ചുറ്റും 8 ബാലൻസ് ഇലക്ട്രോൺസ്, 6 ബോണ്ട് പെയർ ആയി, ബാക്കി 1 ലോണ്ട് പെയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആയിട്ട് നിൽക്കും കേട്ടോ. ശരിക്കും ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് ഇത്തിരി താഴ്ത്തി ഒന്ന് ചെരിച്ച് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ലോണ്ട് പെയർ തുടങ്ങണം. ശരിക്കുള്ള ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഇത് 2 പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. ഇത് കുറച്ച് ഒന്ന് ചെരിയും, കാരണം ഈ ലോണ്ട് പെയർ ഇവിടെ നിൽക്കണതാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ദെൻ HCOF4 ഇവിടെ ഒരു ലോണ്ട് പെയർ, അല്ലെങ്കിൽ ലോണ്ട് പെയർ ഇവിടെ കാണിക്കാം, അവിടെ ഡബിൾ ബോണ്ട് കാണിക്കാം. xenonന്റെ കൂടെ ഓക്സിജൻ വന്നാൽ xenon ഓക്സിജൻ നമ്മളുടെ ബന്ധം ഡബിൾ ബോണ്ട് ആട്ടോ. HCOF4 സ്ക്വയർ പിരമിഡൽ. ഇതൊക്കെ ഉണ്ടാവും സ്ക്വയറിൻ്റെ ഷേപ്പ്. സ്ക്വയറിൻ്റെ കോർണറിൽ 4 ഫ്ലൂറിൻ ഒരെണ്ണം പിരമിഡൽ ഷേപ്പ്. xenon ഓക്സിജൻ നമ്മളുടെ ബന്ധം എപ്പോഴും ഡബിൾ ബോണ്ട്. HCOF4. ഇനി HCO3 കാണിക്കാം. HCO3 xenonന് ചുറ്റും 3 ഓക്സിജൻ ഡബിൾ ബോണ്ടായിട്ട്. ഇതാ, അപ്പോൾ 6 ഇലക്ട്രോൺ കഴിഞ്ഞിട്ടാ, ബാക്കി 1 ലോണ്ട് പെയർ ആയിട്ട് ഇരിക്കുന്നു. ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ്. NH3 ഒക്കെ പറഞ്ഞത് പിരമിഡൽ ഷേപ്പ്. ഇത്രയാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാനുള്ളത്. ഇനി യൂസസ് നമുക്കറിയാം. ഹീലിയം വളരെ നോൺ ഇൻഫ്ലേമബിൾ ആണ്, തീ പിടിക്കാത്തതാണ്, ലൈറ്റ് ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രയോജനത്തിനുള്ള ബലൂൺസിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഹീലിയം ഉപയോഗിക്കുന്നു. പിന്നെ നമുക്കറിയാം ലിക്വിഡ് ഹീലിയത്തിനേലും മുന്നേ നമുക്ക് പിന്നെ പറയാവുന്നതാണ്. ഈ ഹീലിയം എയറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഡൈവിങ് അപ്പാരറ്റസ്, അതായത് നമ്മുടെ സീ ഡൈവേഴ്സിന്, കടലിൻ്റെ അടിയിലേക്ക് പോകണം മുങ്ങൽ വിദഗ്ധർക്ക് കൊടുക്കുന്ന സിലിണ്ടറിൽ എന്താ പറയുക ഓക്സിജൻ്റെ കൂടെ എയറിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ചേർക്കുന്നത് നമ്മുടെ ഹീലിയമാണ്. അപ്പോൾ ഹീലിയം എയർ ബലൂൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസിൻ്റെ എയർ ബലൂണിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഡൈവിങ് അപ്പാരറ്റസിൽ അവർക്ക് സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ സിലിണ്ടറിൽ യൂസ് ചെയ്യുന്നു. പിന്നെ ലിക്വിഡ് ഹീലിയം ക്രയോജനിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് ഉണ്ടാക്കണതിൽ ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് നമ്മളിപ്പോൾ കുറേ കേട്ടിട്ടുണ്ടാവും. MRI എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്കാനിങ് MRI NMR തുടങ്ങിയുള്ള സ്പെക്ട്രോസ്കോപ്പികളിലൊക്കെ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നിടത്ത് ലിക്വിഡ് ഹീലിയം യൂസ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഹീലിയം നിയോൺ നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് ബൾബ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നിയോൺ ബൾബുകൾ, ഡിസ്ചാർജ് ബൾബുകളൊക്കെ. ദെൻ ആർഗൺ എന്താ പറയുക ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് ആർഗൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെയാണ് ഇവരെ പറ്റിയുള്ള യൂസസ് പറയുന്നത്. COF പറയുമ്പോൾ ടീച്ചർ വിട്ട് പോയപ്പോൾ നോക്കട്ടെ കേട്ടോ. നമ്മൾ നേരത്തെ
എഴുതിയിൽ സെനോണിൻ്റെ കോമ്പൗണ്ട് ആണ്. ഈ ബാറ്റിലേക്ക് പ്രിപ്പയർ ചെയ്ത കോമ്പൗണ്ട് ഇല്ലേ, അതായത് ഇപ്പോൾ ടീച്ചർ O2 PTF6. ഈ PTF6 ആണ് -O2 പ്ലസ് ആണ്. അതേപോലെ Xe പ്ലസ് PTF6 മൈനസ്. ഇത് മെറ്റലാണെങ്കിൽ ഇവിടെയാണ് പ്ലസ്. ഇതിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ കളയുന്നത്. അതിൻ്റെ അയണൈസേഷൻ എന്താക്കി നോക്കിയിട്ടാണ് ആ കോമ്പൗണ്ട് എടുക്കുന്നത്. Xe പ്ലസ് O2 പ്ലസ് PTF6 മൈനസ്. ഇത്രയേ ഉള്ളൂ നോബിൾ ഗ്യാസസിനെ പറ്റി. അപ്പോൾ നോബിൾ ഗ്യാസസ് എന്ന് സാധാരണ ചോദിക്കാറ് എന്തുകൊണ്ടാണ് അവരെ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ കൂടുതൽ പറയുന്നു. ഒന്ന്, അവർക്ക് ഒക്ടേറ്റ് കോൺഫിഗറേഷനാണ്, സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. പിന്നെ ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ലാർജ് പോസിറ്റീവാണ്. ഈ 3 റീസൺ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അവരുടെ ഒക്കറൻസ്, ഡ്രൈ എയറിൽ അവരുടെ ടോട്ടൽ വോളിയത്തിന് 1% എന്തുള്ളൂ, നമ്മുടെ നോബിൾ ഗ്യാസസ് എല്ലാവരും കൂടി ഉള്ളൂ. റാഡൺ ഒഴികെയിട്ട് റാഡൺ ഇല്ല അതിൽ. ദെൻ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർഗണാണ്. പിന്നെ ഇവരുടെ ഫാമിലിയിൽ ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ആണ് സെനോണും റാഡണും. റാഡൺ റേഡിയോ ആക്റ്റീവ് ആണ്, ഒബ്റ്റെയിൻഡ് ബൈ ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് റേഡിയം. ആ ഇക്വേഷൻ പഠിക്കുക. പിന്നെ അവരുടെ പ്രോപ്പർട്ടീസ് പറയുന്നത് അയണൈസേഷൻ എന്താൽപ്പി ഹൈ ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ് ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പെട്ട നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് XePTF6 പ്രിപ്പയർഡ് ബൈ നീൽ ബാർട്ട്ലെറ്റ്. അദ്ദേഹം ആദ്യം പ്രിപ്പയർ ചെയ്ത് O2PTF6 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അത് കഴിഞ്ഞ് O2 പ്ലസിൻ്റെ സ്ഥാനത്താണ് Xe പ്ലസ് വെച്ചിട്ട് XePTF6. പിന്നെ സെനോണിൻ്റെ കോമ്പൗണ്ട്സ്, സെനോൺ XeF2, XeF4, XeF6 പ്രിപ്പറേഷനും പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം, പ്രോപ്പർട്ടീസിലാകെ പഠിക്കാനുള്ളത് അവരുടെ ഹൈഡ്രോളിസിസ് മാത്രമേ ഉള്ളൂ. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അവരുടെ XeO3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, സെനോൺ ട്രയോക്സൈഡ്. പിന്നെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ സെനോൺ ഓക്സിഫ്ലൂറൈഡ്സ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അങ്ങനെ P ബ്ലോക്ക് എലമെൻറ്റ്സ് കഴിഞ്ഞു. നാളെയും മറ്റന്നായിട്ട്, അതായത് വെള്ളി ശനിയായിട്ട് നമുക്ക് ആ മെറ്റൽ എനർജി കൂടി എടുക്കാം. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇതുവരെയുള്ള നമ്മുടെ എന്താ പറയുക വിക്ടേഴ്സ് സ്റ്റാൻഡേർഡിലെ ക്ലാസ്സിൻ്റെ പോലെ തന്നെ നമുക്ക് ആക്കാം. പിന്നെ അവിടെ തുടങ്ങി നമ്മൾ ക്ലാസ്സിൽ കാണും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.